السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഒരു സത്യവിശ്വാസി എപ്പോഴും ഓതരങ്കെത്ത സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിടെ മഹത്വം ഒരാൾ അറിഞ്ഞെങ്കിൽ എപ്പോഴും അവൻ ഓതാണ്ടിക്കല ഒരിക്കലുമില്ല. ഫിൽ ഖുർആനി സൂറത്തുൻ സലാസൂന ആയ, ഖുർആനിലൊരു സൂറത്തുണ്ട്, അതിലായത്ത് വെറും 30 ആയത്ത് മാത്രമാണ്. ഒരാൾക്ക് അത് ഷഫാഅത്താക്കിട്, അയാൾക്ക് പൊറുക്കപ്പെടരുത്. ആ സൂറത്താണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഒരു മനുഷ്യക്ക് ഏറ്റവും വലിയ രക്ഷ കൊടുക്കണമെത്ത സൂറത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാടെ തൊട്ട് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ചെന്ന ഹദീത്ത് കണ്ട്, ഹിയൽ മാനിഅതു ഹിയൽ മുൻജിയതു തുൻജി മിൻ അദാബിൽ ഖബർ. അത് തടയിർതാണ്, അത് രക്ഷപ്പെടുത്തരുതാണ്, ഖബർ ശിക്ഷയുടെ തൊട്ടു തടയിട്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ മുൽക്ക് ഒരാൾ ഓതുമ്പോൾ ഖബർ ശിക്ഷയുടെ തൊട്ട് അവനുകു കാവൽ കിട്ടണമെത്ത കൊടുക്കണമെത്ത സൂറത്താണ്. എന്തുകൊണ്ടും ഏത് സത്യവിശ്വാസിയും വിശ്വാസിനിയും എല്ലാ നാളിലും പതിവാക്കണമെത്ത സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. കാരണം ഖബറുക പോയെങ്കിൽ രക്ഷപ്പെടുത്തുക ബച്ചാവാക്കുക ആറുമാറുമില്ലാത്തൊരു ജാഗയാണ് ഖബർ. പലപ്പോഴും ഞങ്ങൾ വിചാരിച്ചിരിക്കുക ഏറ്റവും പ്രയാസമുള്ള സമയം ഏതാണ്? ലോക്ക്ഡൗൺ ആയിട്ട്. സുബ്ഹാനല്ലാഹ്. പല ജാഗയിൽ സീൽ ഡൗൺ ആയിട്ട്. ആ സമയമാണ് വലിയ പ്രയാസത്തെ സമയം. ക്വാറന്റൈനിൽ നിന്നൊക്കെ താൽമാറുള്ളാറ്, അതാണ് വലിയ പ്രയാസത്തെ സമയം. പലരും ആ പ്രയാസങ്ങൾ അനുഭവിച്ചിടാറ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിരാട്ടി വലിയ പ്രയാസങ്ങൾ ഒറ്റപ്പെടുറങ്കെത്ത നാൾ പറഞ്ഞുകൊണ്ട്, അതാണ് അൽ ഖബർ. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. അവിടെ രക്ഷപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം രക്ഷയാണ്. അള്ളാഹുടെ പരാജയപ്പെട്ടെങ്കിൽ അപ്പുറം സ്വത്തുപോണ്ട്. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാവട്ട്. അവിടെ ഏകാന്തത്തെ ലുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയാസത്തെ സമയം അതാണ്. അവിടെ ഓരോരുത്തരും ആൾച്ചനാക്ക നൻ്റെ രക്ഷപ്പെടുത്തുകയുള്ള തെറു എന്താണോ അതെല്ലാം സ്വീകരിക്കുകയുള്ള ശ്രമമാണ് നടത്തുന്നായ. ಅದಕ್ಕೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് നല്ല പരിഹാരം ചൊന്തന്നിർ പെട്ടെന്ന് ഓതി തീർ 30 സൂറത്ത് മാത്രമാണ് ഞങ്ങ നിർബന്ധമായും ഓതണു. ഞങ്ങൾ ഔത്ര ആണിങ്ങ പെണ്ണിങ്ങ മക്ക നിർബന്ധമായും അങ്ങളൊട്ടിಗೆ ഓതുവാട്ടുള്ള പ്രയത്നം നടത്തണു. കാരണം ഞാൻ മാത്രം ഓതിയെങ്കിൽ വയ്യാവളെ നാളെ ഖബറിൽ എല്ലാ ആൾമാരും രക്ഷപ്പെടണു, എൻ്റെ കുടുംബക്കാർ രക്ഷപ്പെടണു. ഈ സൂറത്ത് ഓതിയതിര ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. ഒരിക്കലും കളവാവുള്ള ഖബർ ശിക്ഷയുടെ തൊട്ട് രക്ഷപ്പെടുത്തിരങ്കെത്ത സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അല്ലാഹു മുവഫിഖന. അത് ഓതുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ടും ഓതിയേ തീരു. വദിത്തു അന്നഹാ ഫി ഖൽബി കുല്ലി മുഅ്മിനിൻ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു സൂറത്തുൽ മുൽക്കുടെ ഈ 30 ആയത്ത് എല്ലാ സത്യവിശ്വാസിയുടെ ഖൽബുൽ ഇന്ദ്രങ്കെത്ര നല്ല ഇന്ത് ഞാൻ വിചാരിച്ചു പോയ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആശിച്ചെങ്കെത്തൊരു സൂറത്താണ്. അതെല്ലാ മോമിൻ്റെ ഖൽബുൽ വേണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നരെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ പിർസ ഉണ്ടുണ്ടായെങ്കിൽ എന്തുകൊണ്ടും 30 ആയത്ത് മനസ്സിൽ വെച്ച് ഡെയിലി നിരന്തരമായി ഓതുകുള്ള ശ്രമമാണ് നടത്തുന്നായ. ഖബർ ശിക്ഷയുടെ തൊട്ട് നമുക്ക് രക്ഷതണ്ടെങ്കെത്ത സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്കത് പരിപാടി തന്നുകൊണ്ടുണ്ട്. അതുപോലെ സൂറത്തു സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ആ സൂറത്ത് ഖുർആൻ്റെ പാതിക്ക് സമാണ്ട. ഒരാൾ 2 വട്ടം ഓതിയെങ്കിൽ ഖുർആൻ ഖത്ം തീർത്ത പ്രതിഫലമാണ്. എല്ലാവർക്കും എപ്പോഴും ഈ പ്രതിഫലങ്ങൾ വാരിക്കോരി കൂട്ടുള്ള അവസരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടുള്ളത്. ഒരു 2 വട്ടം ഇദാ സുൽസിലത്ത് ഓതിയെങ്കിൽ ഖുർആൻ മൊത്തം ഓതിയ പ്രതിഫലം. അതുപോലെ വൽ ആദിയാത്ത് ലബഹ, ആ സൂറത്ത് ഓതിയെങ്കും അങ്ങനെ ഖുർആൻ പാതി ഓതിയ പ്രതിഫലമാണ്. 2 വട്ടം ഓതുമ്പോൾ ഖുർആൻ മൊത്തം ഖത്ം തീർത്ത പ്രതിഫലം കിട്ടുന്നുണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഴിപാട്ടി തന്നുകൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേൾക്കിട്, നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു നാളിൽ എല്ലാ നാളിലും 1000 ആയത്തോതുക തീർവ. സ്വഹാബത്ത് കേൾക്കിടാറ്, എങ്ങനെയാണത് സാധ്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, അൽഹാക്കുമുത്ത കാത്തുർ, നിങ്ങൾ ഓതുറാറാ. അത് ഓതിയെങ്കിൽ എല്ലാ നാളിലും ഓതുമ്പോൾ ഒരു നാളിൽ 1000 ആയത്തോതിയെങ്കത്തെ പ്രതിഫലം കിട്ടുക പോണ്ടു. അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുർആൻ്റെ 1 സമാണ്. ഖുർആൻ്റെ 1 സമാണ്. ഒരാൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓർക്ക ഓതിയെങ്കിൽ 7.5 ജുസ് ഖുർആൻ ഓതിയ പോലെ 4 വട്ടം ഓതുമ്പോൾ ഖുർആൻ മൊത്തം ഖത്ം തീർത്ത പ്രതിഫലം കിട്ടുക.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ് ചൊല്ല് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് നീ ഓതു, എന്നിട്ട് അവസാനം ഉറങ്ങ്. എങ്കിൽ ആ സൂറത്ത് ഷിർക്കിടെ തൊട്ടു ഉള്ള കാവലാണ്. ആ ബഹുദൈവ വിശ്വാസത്ത് ഒരിക്കലും ചാടിപ്പോണ്ടുള്ള അള്ളാഹുടെ തൊട്ട് ഷിർക്കാക്കടെ, അള്ളാഹുടൊട്ടിಗೆ പാർട്ട്ണറാക്കടെ പിന്നൊരാളെ കൂട്ടറ ബഹുദൈവ വിശ്വാസം. അതിനെ തൊട്ടു നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും നല്ല സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓതറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് സൂറത്ത് ഖുർആന്റെ 4 സമാണ്. 4 വട്ട ഓതിയെങ്കിൽ ഒരു ഖുർആൻ ഖത്ം തീർത്ത പ്രതിഫലം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് സുബ്ഹാനല്ലാഹ് വലിയ ഫലം ഉള്ളതാണ്. തഅദീലു സുൽസൽ ഖുർആൻ, ഖുർആന്റെ 1/3 സമാണ്. 3 വട്ട സൂറത്തുൽ ഇഖ്ലാസ് ഓതിയെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരു ഖുർആൻ ഖത്ം തീർത്ത പ്രതിഫലം കിട്ടുന്നുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ. ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ಬಗ್ಗೆ ധാരാളം സ്വഹാബത്ത് ചൊന്നെങ്കെത്ത മഹത്വങ്ങളുണ്ട്. ഒരാൾ മരണപ്പെടുന്നെങ്കെത്ത രോഗത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയെങ്കിൽ ഖബറിൽ ഫിത്നയാക്കപ്പെടില്ല. ഖബറിലെ ഇടുക്കത്തെ തൊട്ട് രക്ഷ കിട്ട് ഇടുക്കുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ് ഖിയാമത്ത് നാളിൽ ഇയാളെ മലായിക്കത്തുങ്ങളെ സഹായത്തോടെ സ്വർഗത്ത് എത്തുവാട്ടപ്പെട്ടു മഹാന്മാർ ചൊന്ന പലക്കം ഉണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാ നാളിലും 200 വട്ട ഓതുക സുന്നത്തുണ്ട്. അതൊരാൾ ഓതിയെങ്കിൽ 50 വർഷത്തെ ദോഷം വായിക്കപ്പെട്ടിട്ടാണ്. സുബ്ഹാനല്ലാഹ് കടം ഇന്നെങ്കൊഴികെ കടം പൊറുക്കപ്പെടില്ല. അത് വലിയ ഡേഞ്ചറാണ് കടം. ഒരാൾ ആ സൂറത്ത് ഓതി എന്നിട്ട് ബലത്ത ഭാഗത്ത് ഒരാൾ ഉറങ്ങുക ഉദ്ദേശിക്കുമ്പോൾ ബലത്ത ഭാഗത്ത് ഉറങ്ങി സൂറത്ത് 100 വട്ട ഓതിത്ത് എങ്കിൽ ഖിയാമത്ത് നാളിലാവുമ്പോൾ അള്ളാഹു ചൊല്ല നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്ത് കടക്കറു. സുബ്ഹാനല്ലാഹ് ഈ സൂറത്തിൻ്റെ മഹത്വമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയെങ്കിൽ നരകത്തെ തൊട്ട് മോചനം കിട്ടു. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 10 വട്ട ഓതിയെങ്കിൽ സ്വർഗത്തിൽ നല്ല ബിൽഡിങ് കിട്ടു. 20 വട്ട ഓതിയെങ്കിൽ 2 ബിൽഡിങ്, 3 വട്ട ഓതിയെങ്കിൽ 3 നല്ല മാളിക കിട്ടു. അങ്ങനെയെല്ലാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ തൊട്ട് വറുതിയായി. ഇങ്ങനെ ചെമ്മ മഹത്വങ്ങൾ മഹാന്മാർ ചൊന്നതുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലുന്ന സൂറത്തിനെ പിർസ വെച്ചിട്ട് ഒരു സ്വഹാബി നിരന്തരമായി എല്ലാ നിസ്കാരത്തിലും ഓതുമ്പോൾ ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിങ്ങൾ ആ സൂറത്തിനെ സ്നേഹിച്ചതുകൊണ്ട് അള്ളാഹു നിങ്ങളെ സ്വർഗത്ത് കടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതുണ്ട്. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുക്കും മഹത്വമുണ്ട്. തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലും ഇതുപോലത്തെ വേറെ സൂറത്തുങ്ങ ഇറക്കപ്പെട്ടിട്ടില്ലാണ്ടാണ്. വലിയ മഹത്വമുള്ളതാണ് ഈ സൂറത്തുങ്ങ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട് ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. സുബൈക്കും അസറുകും 3 വട്ട ഒരാൾ ഒതുങ്ങി എല്ലാ വസ്തുരത്തൊട്ടും പരിഹാരം അതാണ്. ഒരു ഫിത്നയും ഒരു ബുദ്ധിമുട്ടും പണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ് പഠിപ്പാട്ട്. ജുമാ നിസ്കാരത്തിൽ പിന്നെ ഈ 3 സൂറത്ത് 7 വട്ട ഒരാൾ ഒതുങ്ങി എല്ലാവിധ മോശത്തെ തൊട്ട് അടുത്ത ജുമാം വരെ ഇയാൾക്ക് കാവൽ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നങ്കത്തെ ധാരാളം ഹദീസുകൾ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിശുദ്ധ ഖുർആൻ്റെ ധാരാളം മഹത്വങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിർ. ചെമ്മ മഹത്വങ്ങൾ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നിർ. അതുകൊണ്ട് എപ്പോഴും ഓരോ സൂറത്തുങ്ങ വളരെ സുലഭമായ സൂറത്തുങ്ങ ധാരാളമുണ്ട്. ചിലപ്പോൾ എല്ലാ ആൾമാർക്കും എല്ലാം കണ്ടപ്പാട്ട ഇക്കൊണ്ടുണ്ടില്ല, കാണാപ്പാട ഇക്കല. അതേസമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ്, അതുപോലെ ഇദാ ജാഅ നസ്റുല്ലാഹ്, അൽഹാക്കുമുത് തകാസുർ, ഇങ്ങനത്തെ ചെറിയ സൂറത്തുങ്ങ കാണാപ്പാട ഇല്ലാത്ത ആറുമിക്കില്ല. ഇദാ സുൽസിലത്തിൽ അർദ്, ഇതെല്ലാം ഓതിയോണ്ടിരിക്കുമ്പോൾ സാധ്യ അവിടെത്ര ഓതുമ്പോൾ വലിയ ഖുർആൻ മൊത്തം ഓതിയെങ്കിലത്തെ പ്രതിഫലം കിട്ടും ചൊന്നെങ്കിൽ അത് ചില്ലറ വിഷയമൊന്നുമല്ല. 30 വട്ട 3 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയെങ്കിൽ ഓർക്ക് ഖുർആൻ ഖത്തം തീർത്ത പ്രതിഫലമായിട്ട് 30 വട്ട ഒരാൾ ഓതിയെങ്ക സുബ്ഹാനല്ലാഹ് 10 വട്ട ഖുർആൻ ഖത്തം തീർത്ത പ്രതിഫലം കിട്ടും. അതേസമയത്ത് ഒരാൾ ഖുർആൻ ഖത്മാക്കൂ നേർച്ച വെച്ചിട്ട് 3 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് ഒപ്പാട്ടോകാവില്ല. അതും ഇതും വേറെയാണ്, രണ്ടും രണ്ടാണ്. അതവിടെ ഒരു ഖത്തും മൊത്തം അവൽ മുതൽ ആഖിർ വരെ ഓതണം, ഫാത്തിഹത്തെ ലാസ്റ്റ് നാസ് വരെ ഓതണം. അതേസമയത്ത് ഈ ചൊന്നതിനർത്ഥം പ്രതിഫലം കിട്ടുന്നുണ്ടാണ്. 3 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയെങ്കിൽ ഖുർആൻ മൊത്തം ഓതിയെങ്കിൽ കിട്ടുമെങ്കിൽ പ്രതിഫലം എത്രയാണോ അത് കിട്ടു. അത് അള്ളാഹു ഔദാര്യവാനാണ്. ആ അള്ളാഹു റഹ്മത്ത് കൊണ്ട് തണ്ടാണ്ടാണ് റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നുകൊണ്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല
ആ വലിയ സൗഭാഗ്യം കൈവരിക്കുന്ന ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.